ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ അഭിലാഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കൺഫെഷൻ റൂമിലെത്തിയ അഭിലാഷിനോട് ടാസ്ക് ലെറ്റർ വായിക്കാൻ പറയുന്നു. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അവിടുത്തെ മത്സരാർത്ഥികളുടെ ജീവിതകഥ പറയുക എന്ന ടാസ്ക്കാണ്. എല്ലാ സീസണിലും തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ടാസ്ക്. പക്ഷേ ഇത്തവണ ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് പറയുന്നത്. മത്സരാർത്ഥികൾ ജീവിതകഥ പറയാൻ തുടങ്ങുമ്പോൾ ഒരിടത്ത് എന്ന് പറഞ്ഞു വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു ടാസ്കിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് ഒരിടത്ത് എന്നാണ്. അതുകൊണ്ടാണ് ഒരിടത്ത് എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ശേഷം സ്വന്തം പേരും ജനിച്ച വർഷവും അച്ഛൻ്റെയും അമ്മയുടെയും പേരും പറഞ്ഞ ശേഷം ഫ്രണ്ടിൽ ഒരു ബൗൾ വെച്ചിരിക്കും. ആ ബൗളിൻ്റെ അകത്തുനിന്ന് ഒരു പേപ്പർ എടുക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അതിനെപ്പറ്റി ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ബസർ ടു ബസർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ ബൗളിലെ ഓരോ പേപ്പറിലും എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ നടന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവത്തെ പറ്റി പറയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യമോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ വല്ലതും ആയിരിക്കും. അതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത്. എന്താണെങ്കിലും ഒരിടത്ത് എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ ലൈവിൽ അതാണ് നടക്കുന്നത്. ഇന്ന് 3 പേർക്കാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ സംസാരിക്കുന്നത് ശാരികയാണ്. പിന്നെ 2 പേരും കൂടെയുണ്ട്, രേണു സുധിയും ഒനിയിലുമാണ് ഇന്ന് 3 പേര് ജീവിതകഥ പറയുന്നതിൽ സെലക്ട് ചെയ്തേക്കുന്നവർ. അപ്പോൾ ലൈവിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.